പയ്യന്നൂർ എം.എൽ.എ. ടി.ഐ. മധുസൂദനനെതിരെ CPM ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച സാമ്പത്തിക തിരിമറി ആരോപണങ്ങൾ വാസ്തവവിരുദ്ധമെന്ന് CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ വാർത്താക്കുറിപ്പ്. വ്യക്തിപരമായി ആരും ധനാപഹരണം നടത്തിയിട്ടില്ല. കുഞ്ഞികൃഷ്ണന്റെ പ്രവൃത്തി അംഗീകരിക്കില്ലെന്നും പ്രസ്താവനയിലുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ പിള്ള, പതിവ് പോലെ പരാതി പറഞ്ഞയാൾ പാർട്ടിക്ക് പുറത്തും ഈ കുറ്റം ചെയ്തയാൾ പാർട്ടിക്കകത്തും നിൽക്കുന്ന ഒരു സാഹചര്യം ഒരിക്കൽ കൂടി ഉണ്ടാകാൻ പോകുകയാണ്. മധുസൂദനനെ രക്ഷിക്കുകയും ഒപ്പം തന്നെ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി എടുക്കും എന്നുള്ള ധ്വനിയാണ് വാർത്താക്കുറിപ്പിൽ ഉള്ളത്. വിവരങ്ങൾ. തീർച്ചയായും നീലിമ പറഞ്ഞതുപോലെ അതേ ധ്വനി തന്നെയാണ് ഈ വാർത്താക്കുറിപ്പിൽ നമുക്ക് വായിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നത്. സ്വാഭാവികമായും പാർട്ടിക്കെതിരെ ശബ്ദമുയർത്തിയ ആളുകളെ ഒന്നും വെറുതെ വിട്ടൊരു ചരിത്രം CPM-നെ സംബന്ധിച്ചില്ല. അതിന്റെ ഒരു സൂചന തന്നെയാണ് ഈ പത്രക്കുറിപ്പിലൂടെ മനസ്സിലാകുന്നത് എന്നാണ് പറയേണ്ടത്. ഇതിൽ കൃത്യമായി ഈ നമുക്കറിയാം, കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ പേരിലാണ് ഈ പത്രക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നുണ്ട്, വി കുഞ്ഞികൃഷ്ണൻ നൽകിയ അഭിമുഖം തികച്ചും വാസ്തവ വിരുദ്ധമാണ്. വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊണ്ടതാണ്. മാത്രമല്ല, ഈ ആരും വ്യക്തിപരമായി ധനാപഹരണം നടത്തിയിട്ടില്ല എന്നാണ് കണ്ടെത്തിയത് എന്നും കൂടി ഈ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഈ മാധ്യമങ്ങളിൽ ഇത് നേരത്തെ ആരോപണമായി ഉന്നയിച്ചു വന്നതാണ്. അത് അന്ന് മാധ്യമങ്ങളിൽ വാർത്തയായതുമാണ്. പക്ഷേ ഈ നിലപാടുകളൊക്കെ തന്നെ തെറ്റാണ്, ഈ അഭിപ്രായങ്ങളൊക്കെ തെറ്റാണ് എന്നാണ് ഈ പത്രക്കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ ശത്രുക്കളുടെയും കോടാലിക്കൈയായി മാറുന്ന തരത്തിലാണ് കുഞ്ഞികൃഷ്ണന്റെ പ്രവൃത്തി. പാർട്ടിയെ ബഹുജന മധ്യത്തിൽ ഇകഴ്ത്തിക്കാട്ടുന്ന കുഞ്ഞികൃഷ്ണന്റെ ഈ നടപടി പാർട്ടിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. പാർട്ടിയിൽ അതത് കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതി അനുസരിച്ച് ചർച്ച ചെയ്യുകയും ആവശ്യമായ സംഘടനാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയെ മിഥുൻ, അങ്ങനെ കുഞ്ഞികൃഷ്ണനെതിരെ അടുത്ത ദിവസം തന്നെ ഒരു സംഘടനാ നടപടി, അച്ചടക്ക നടപടിയൊക്കെ പ്രതീക്ഷിക്കാം. മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.